ഓക്കെ, ഇനിയെങ്കിൽ റെഡിയാണല്ല, ഇനിയെങ്കിൽ റെഡിയാണ്. ഓക്കെ, എടി ഇത് ആര്? ആ വന്നു. ഹലോ ബ്രോക്ക് ഇവിടെ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ ഹെൽപ്പ് എങ്ങനെ ഇടല്? ഹെൽപ്പ് എങ്ങനെ ഇടുക? ഒന്ന് പറ, ഒന്ന് പറ ഗൈസ്. T/T/ഹെൽപ്പ്. ഓക്കെ. ആ എന്നിട്ട് ഗെയിം ബഗ് ആയിരിക്കും അല്ലേ? ഐ കാണ്ട് സീ എനിത്തിങ്. ഐ കാണ്ട് സീ എനിത്തിങ്. ഇതല്ലേ? അർജൻറ്റോ? അർജൻറ്റ് നടണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. ഗോഡ് ഹെൽപ്പ് ചെയ്യാ അല്ല, ഗോഡ് ഹെൽപ്പ് മീയാ. അർജൻറ്റ് അല്ലേ? ഓക്കെ, യെസ് അർജൻറ്റ്. ആ വന്നു തുടങ്ങിയല്ലോ. നീയല്ലേ കുറച്ച് മുമ്പ് കളിയാക്കിക്കൊണ്ടിരുന്ന? ഹലോ ബ്രോ, എന്താ പേര്? ആ കത്തിയും പോയി എന്നാ തോന്നുന്നു കേട്ടാ. ഇല്ലേ, അതെന്തായത്? അഡ്മിൻ വന്നു, റീലോഗ്. അഡ്മിൻ വന്നു. ഓക്കെ, ഓക്കെ ഓക്കെ. ആ അപ്പം എന്നെ എല്ലാവരും കാണാമല്ലേ? ആ സെറ്റായി. ഹലോ കുട്ടി. ആ ബ്രോ പറ. പേരെന്താ? ഇഷ. നിഷയോ? ഇഷ. ഓക്കെ. ഇഷ എന്ത് ചെയ്യുന്നു? പോയാ മന്ദുവിനെ കണ്ടിരുന്നു ഞാനിപ്പോ. ഇഷ എന്ത് ചെയ്യുന്നു? ആ ബ്രോ പറ. ഇഷ സിംഗിൾ ആണ് ബ്രോ. ബ്രോക്ക് താല്പര്യമുണ്ടോ നോക്കാൻ? വേണ്ട. താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചാല് ചെറുതായിട്ട് ഉണ്ടല്ലേ? വേണ്ട. പക്ഷെ ബ്രോ അവള് സെറ്റ് ആവൂല. എന്താ? കാരണം കൊച്ചു നമ്മളെ കൂടെ ഉള്ള കൊച്ചാണ്. സിഗ്മ ഇതില് ഞാൻ ഇരിക്കും കാലം വരെ അവള് സെറ്റ് ആവൂല. സിഗ്മയോ? എന്നെ കൊന്നിട്ട് വേണോ ബ്രോ സെറ്റ് ആയിക്കോ? മനസ്സിലായോ? സിഗ്മയോ? മനസ്സിലായില്ല. ആണാണ്. ആ കുട്ടി സിഗ്മയാണെന്നാണോ? കുട്ടി സിഗ്മയെന്നല്ല, കുട്ടി സിഗ്മയിലുണ്ട്. മനസ്സിലായോ? സിഗ്മയെന്ന് പറഞ്ഞാൽ എന്റെ കോ ബിൽഡിംഗ്. മനസ്സിലായി? ഞാൻ കെട്ടിപ്പകർത്തിയ ഒരു സംഭവമാണ് ബിസിനസ്. സിഗ്മ ബിസിനസ്. എന്താ അത് മെയിൻ ആയിട്ട്? ബിസിനസ് എന്നല്ല, അതിനെന്താ പറയണ്ടത്, എങ്ങനെ പ്രോപ്പറായിട്ട് പറയണം? ഒരു സംരംഭം. അത് ആ സാധനം. ഓക്കെ. അപ്പൊ നിങ്ങളാണോ അതിന്റെ ഉടമസ്ഥൻ? കോ ഫൗണ്ടർ ഞാനാണ്. ഫൗണ്ടർ വാസ്തവനാണ്. വാസുണ്ണൻ. ഓക്കെ. ആ സിഗ്മ ആയിട്ടുള്ളവരൊക്കെ വേണ്ടിയിട്ട് അണ്ണൻ തുടങ്ങിയ ഒരു ഇതാണ് പദ്ധതി. എന്നാ അന്യ എടുക്കും അതില്? ഇല്ല, അങ്ങനെ കണ്ട ചാപ്പിളികളെ എടുക്കൂല. നീ ഇപ്പൊ എന്തിനു പറഞ്ഞ ഇവിടെ സെറ്റ് ആക്കണമെന്നല്ലേ പറഞ്ഞ? അങ്ങനെയുള്ളവന്മാരെ എടുക്കത്തില്ല. സോറി. നമുക്ക് പെമ്പിളടുത്ത് അട്രാക്ഷൻ തോന്നാത്ത അങ്ങനെയല്ല. റിലേഷൻഷിപ്പ് വേണ്ട, വെറുത്തിരിക്കുന്നവര് നമ്മൾ എടുക്കത്തുള്ളൂ. എങ്ങനെ? ഈ റിലേഷൻഷിപ്പിൽ വെറുത്തിരിക്കുന്നവർ. മനസ്സിലായോ? വെറുത്തിരിക്കുന്നതോ? ഇത് പേരെന്താണ് ബ്രോന്റെ? എന്റെ പേര് ഷമീർ. ഷമീർ. എന്ത് ചെയ്യുന്നു സിറ്റിയിൽ? ഞാൻ ചുമ്മാ നടക്കുന്നു. അപ്പൊ നിങ്ങൾ മാസല്ലേ ഭയങ്കര? മാസാ? നിങ്ങളെല്ലാം പറഞ്ഞ എന്തല്ലോ ഞാൻ ജീവിച്ചിരിക്കുന്നു. അയ്യോ അങ്ങനെ അത് നമ്മളെ ഇതല്ല. അവർക്ക് താല്പര്യമില്ല. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സെറ്റ് ആയി പോവും. അത്ര തന്നെ. അങ്ങനെ
സംഭവം ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അല്ല അതായത് നിങ്ങൾ സിഗ്മ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി നടത്തുന്നു. നമ്മള് സിഗ്മ എന്ന് പറഞ്ഞൊരു സംരംഭം തുടങ്ങി. അതൊരു കമ്പനി അല്ല, അതൊരു സംഭവമാണ്. മനസ്സിലായോ? ഞാൻ ഈ സിഗ്മയായിട്ട് കാണുമ്പോൾ ഇവിടുത്തെ പെമ്പിളര്, സിഗ്മയായിട്ടുള്ള പെമ്പിളര് എന്റെ അടുത്തെന്ന് പറയും, എന്നെയും കൂടി കയറ്റുമോ സിഗ്മയിലോട്ടാണ്. മനസ്സിലായോ സംഭവം? മനസ്സിലായി. അപ്പൊ നമ്മളിലോട്ട് വരുന്ന ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ ആണ്. മനസ്സിലായോ? എന്റെ പേര് രായൻ. അവരെ പ്രൊട്ടക്ട് അല്ല, അവര് എനിക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ പേര് കേൾക്കുമ്പോ തന്നെ ഓൾറെഡി വന്ന് കമന്റർ അടിക്കാൻ വരില്ല. ഏത് ഓൾറെഡി പ്രൊട്ടക്ട് മാസം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളല്ലല്ലോ മാസാണെന്ന് പറയണ്ട, നാട്ടുകാരല്ലേ. ഏത് അതല്ല അതിന്റെ ഒരു ഇത്. സ്വന്തമായിട്ട് മാസം എന്ന് പറഞ്ഞ് നടക്കണ വാപ്പുകള് നമ്മളെ പറയൂല. ഏത് നമ്മളെ കണ്ടിട്ട് പറയണതോ അവൻ കാണുന്ന ആള് പറയണം മാസം എന്ന് പറയണം അല്ലേ? ഇപ്പൊ ബ്രോ പറഞ്ഞില്ലേ ബ്രോ മാസാണെന്ന്, അതിലാണ് കഴിവ്. അത് എന്നാ ശരി ചേട്ടാ. എന്ത് പറ്റി എവിടെ പോണേ? കുറച്ച് ടിപ്സും കൂടി പറഞ്ഞുതരാം. എന്നാ പറ. നല്ല വ്യൂ അല്ലേ? നല്ല വ്യൂ സത്യം. ഞാനാ വെള്ളത്തിൽ വന്നപ്പോ മസിലൊക്കെ തിളങ്ങും. പിന്നെ എന്താണ് പരിപാടി? സിറ്റിയിൽ ലവറൊന്നുമില്ല? ലവർ ഉണ്ട്, അവള് പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഈ ഡിപ്രഷനിൽ ഇരിക്കണവര് ഒരിക്കലും റിലേഷൻഷിപ്പിലോട്ട് പോകരുത്. എനിക്ക് പറ്റിപ്പോയ അബദ്ധമാണത്. നമ്മൾ വൺസ് ഡിപ്രഷനിലായിരിക്കുന്ന സമയത്ത് നമ്മളെ തേച്ചിട്ട് പോയതിന്റെ ദേഷ്യത്തിൽ വേറൊരുത്തി സെറ്റ് ആക്കിയിട്ട് അവളെ മുമ്പിൽ കൊണ്ടുനടക്കാൻ നമുക്ക് തോന്നും. അതൊരിക്കലും തോന്നരുത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോഴിയിലോട്ട് കൊണ്ടുപോകണ ഒരു ഫോമാണത്. മനസ്സിലായോ? വെള്ളത്തിൽ പോയി. കുഴപ്പമില്ല. ബാലനോ? ബാലൻ ബാലൻ സാർ, ഹായ്. നമുക്കൊന്ന് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ? പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാം. വരൂ. സംഭവം എന്താന്ന് വെച്ചാലേ, അല്ല നമുക്ക് ആരും ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കൂട്ടത്തിൽ നിന്നും വേറെ കൂട്ടം ആൾക്കൂട്ടത്തിലോട്ട് നമുക്ക് അങ്ങോട്ടോ ബിൽഡിംഗ് സൈഡിലോട്ടോ. വേറെ ആരും വരണ്ട. ഒരു കൂട്ടം ഉണ്ടല്ലോ. എടാ രാംചരൺ വരണ്ട. ബാബാ എന്താ രാമേന്ദ്ര നീ ഓടി വരുമല്ലടാ. നമ്മള് വേറൊരു കൂട്ടത്തിലുണ്ടല്ലോ. നമുക്ക് ഈ ബിൽഡിംഗ് അകത്തോട്ട് കയറാം. അത്രയും പ്രൈവറ്റ് ആണല്ലേ? പറ്റുമെങ്കിൽ റൂമിൽ തന്നെ കയറാം. അല്ല അതിനല്ല. മച്ചുന്റെ പേരെന്ത്? എന്റെ പേര് ഷമീർ. പഴയ ഷമീറാണോ ഇത്? പഴയതോ? ഇതേടെ മതിലാടിയോ? മതിലൊക്കെ പറയൂ. ഇവിടെ ആരുമില്ല. പഴയതും പുതിയ. എന്ത് പറ്റി ഷമീർ? എന്ത് പറ്റി? ഇതില് ഏതാ ബാലൻ? ഏതാ മുടി വെച്ചാണോ? മുടി മാറി കളിക്കുന്നതാണോ? മുടി മാറി കളിക്കണേ? ഇപ്പം ഞാനിവിടെ എല്ലാരും പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താവോ? ഞാൻ ബാലൻ കെ നായർ. നമ്മള് പരിചയപ്പെട്ടല്ലേ? നമ്മള് പരിചയപ്പെട്ടിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണാപ്പി ഉണ്ടോ ഇവിടെ? ഓടാവുന്നില്ലടാ. എനിക്ക് ഒന്നും ആൾക്കാരെ മനസ്സിലാവുന്നില്ല. ആൾക്കാരെല്ലാം ഒരു കളറാണ്. അതായിരിക്കും എല്ലാം ഒരേപോലെ. നീ ഇത് മറ്റേ സെറ്റിംഗ്സ് ഗ്രാഫിക്സ് പോയിട്ട് എക്സ്റ്റൻഡഡ് ടെക്സ്ചർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ സാധനം കൂട്ടിയിട്. അത് കുറക്കണോ? കൂട്ടിയിട്. സെറ്റിംഗ്സില് ഇല്ല. ഇതില് ഗ്രാഫിക്സിന്റെ അകത്ത് എക്സ്റ്റൻഡഡ് ബഡ്ജറ്റ് താഴോട്ട് കിട്ടി. അത് കൂട്ടണം അല്ലേ? കൂട്ടല്ലോ എക്സ്റ്റൻഡഡ് ടെസ്റ്റ് ബഡ്ജറ്റ് കൂട്ടിക്കോ. ഒരു ഹാഫ് ഇപ്പൊ സെറ്റ് ആവും. എല്ലാം ലോഡായി വരും.
ആ ഇപ്പം ആയെന്ന് തോന്നുന്നു. ആ പറ കാര്യം പറ. കാര്യമൊന്നുമില്ല, എൻ്റെ ഞാൻ ബാലൻ്റെ ഒരു എക്സ് ഉണ്ടായിരുന്നല്ലോ താര, ആ ആ ആ ഞാനിപ്പോൾ അവളെ നോക്കുന്നത്. ആ എന്റെ ex ഇല്ലേ? നമ്മള് ബ്രേക്കപ്പ് ആയല്ലോ. അതെ നിങ്ങൾ ബ്രേക്കപ്പ് ആയെന്നല്ലേ പറഞ്ഞ? ആ അത് തന്നെയല്ലേ എക്സ്. ഓ ബ്രോന്റെ എക്സ് ആയോ? ബ്രോന്റെ അല്ല എൻ്റെ എക്സ് അല്ല, ബാലൻ്റെ എക്സ് ആണല്ലോ അത്. എന്റെ ex ആയിരുന്നു അത്. അപ്പൊ ബ്രോ എന്റെ അടുത്ത് കുറച്ച് മുമ്പ് തേച്ചിട്ട് പോയി ലവർ എന്നൊക്കെ പറഞ്ഞു. അല്ല ഓളെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല, അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്നെ തേച്ചതാണ്. ഇപ്പത്തേക്കൊന്ന് പറഞ്ഞാണല്ലേ. ആ അല്ല ഞങ്ങക്ക് എന്താന്ന് വെച്ചാല് ബ്രോ ഓള് അവളെ പേര് ഇതല്ലായിരുന്നു, അവളെ പേരെന്താ? താര 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 ആരടുത്ത് ചോദിച്ചായി വൺ മിസ്റ്റർ രായനെ അറിയോന്ന് പറഞ്ഞു തരും എന്നെ പറ്റി. ചോദിക്കാം 100 ഉണ്ടോ? സിറ്റിയിലുണ്ടോ ആള്? ഇല്ല, അതാണ് അതുകൊണ്ടാണ് ഞാൻ പെണ്ണോട് എന്റെ ബെസ്റ്റ് ആയിരുന്നു പണ്ടത്തെ. ബെസ്റ്റ് യാ ബെസ്റ്റ് താര. ബെസ്റ്റ് എന്ന് പറയുമ്പോ ലവർക്ക് മേലെ ഫ്രണ്ടിക്ക് കീഴെ. ആ അല്ല അപ്പൊ ആ ടൈം ആണോ ബാലൻ ഉണ്ടായത്? ബാലൻ അത് അല്ല ബാലൻ ഉണ്ടായതല്ല, sorry, അല്ല അല്ല ബാലനുള്ള സമയത്താണോ ഈ പറഞ്ഞ ബെസ്റ്റ്? അല്ല ആരെ കുറിച്ചാ പറയുന്നേ? അത് കഴിഞ്ഞ് ഞാൻ പോയി. ഞാൻ അത് കഴിഞ്ഞിട്ട് ബെല്ലാരിയിലോട്ട് പോയി, മനസ്സിലായോ? പിന്നെ ഞാൻ വന്നത് സിറ്റി ഉണ്ടായിരുന്നില്ല. സിറ്റി ഞാൻ ഉണ്ടായിരുന്നു. ബാലൻ കൊറേ നാള് ഇല്ലായിരുന്നു തോന്നല്ലേ? ബാലൻ ഞാനിപ്പോ കുറച്ച് നാളായിട്ടില്ലായിരുന്നു. ഉണ്ടായിരുന്നു. അല്ല ഞാൻ അവളോട് കൊറേ നാളായി. ഷമീർ വന്നപ്പോഴത്തേക്ക് ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇല്ലായിരുന്നു. ആ അതെ 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 അതെ. അല്ല ഞാൻ കൊറേ നാളായി അവളോട് നിങ്ങൾ തമ്മിൽ എന്താ ബ്രേക്കപ്പിന്റെ ഇത് ചോദിക്കുന്നത്. അവൾ എന്നോടൊന്നും വിട്ട് പറഞ്ഞു. നമ്മള് തമ്മിൽ ബ്രേക്കപ്പ് എന്ന് പറയാനായിട്ട് ഇങ്ങനെ വലിയ സംഭവം ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ തമ്മിൽ ഒരു വൈബ് അങ്ങോട്ട് മാച്ച് ആയില്ല. എന്തെങ്കിലും റീസൺ ഉണ്ടാവല്ലോ. അങ്ങനെ വലിയ റീസൺ അല്ല, ഒരു വൈബ് മാച്ച് ആവുന്നതിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതായിരുന്നു ആദ്യത്തെ ഒരു ഇതിലങ്ങ്. നിങ്ങൾ എത്ര കാലം മുമ്പോട്ട് പോയി? നമ്മളൊരു 2 ആഴ്ച 3 ആഴ്ച കൂടി പോയ. അത്രയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചോദിക്കുന്നോണ്ടൊന്നും വിചാരിക്കരുത്. ഒരു അല്ലല്ല ഒരു ചെറിയ കുട്ടി ഉണ്ടല്ലോ, മറ്റേ ഒരു എന്താ പേര്? മീനൂട്ടിക്ക് വേണ്ടിട്ട് ഇങ്ങനെ. അതെന്താ? അതെ അതെ മീനൂട്ടി ഇല്ല, മീനൂട്ടിയും താരയുടെ കുട്ടിയല്ല അത്. അല്ലാതെ ഞാൻ ദത്തെടുത്ത് വെച്ചാണ്. ഓ നിങ്ങള് ദത്തെടുത്തു. അപ്പൊ വേറെ ഒന്നും അല്ലല്ലോ അല്ലേ? ഏയ് ഓക്കെ ഓക്കെ, അതൊന്നുമല്ല. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. അല്ല ഇതിപ്പോ ആയിരുന്നെങ്കിൽ ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ഇല്ല, ഓളൊന്നും വിട്ടു പറയുന്നില്ല. അപ്പൊ നിങ്ങളോട് ചോദിച്ചാ നമ്മള് ആണുങ്ങളാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. കണ്ണാപ്പി നീ കുത്തിത്തിരിപ്പാക്കല്ല, ഞാൻ അങ്ങനെയൊക്കെ പ്രേമിച്ചൊന്നും. അല്ല നിന്റെ ഇവളെന്ത് പറയുന്നത്? ഇതൊക്കെ നമ്മുടെ കഴിവാണ് ഇവരെ കൊണ്ട് വിട്ടു തുറന്ന് പറയിപ്പിക്കേണ്ടതൊക്കെ. അല്ല ഞാൻ എന്താ പറഞ്ഞത്? അങ്ങനല്ല, ഞാൻ കുറ്റിക്കാട്ടിൽ വരെ പോയി, പക്ഷെ ഓളൊന്നും വിട്ട് പറയുന്നില്ല. കുറ്റിക്കാട്ടി പോയി എന്ത് പറയാ? അങ്ങനല്ല, അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വരെ ഞാൻ പോയിട്ടും ഒന്നും പറയുന്നില്ല. അത്രയും വളരെ പ്രൈവറ്റ് ആയി പോയി. ഭയങ്കര പ്രൈവറ്റ് ആയി പോയി. അത് മുതുക്കിന്റെ ഇവിടെയുള്ള അല്ലാതെ ഒരു സ്ഥലത്ത് കൊണ്ട് ഒരു കോഫി ഡേറ്റിന് വിളിച്ചിട്ട് സംസാരിക്കുക. അല്ല അതൊക്കെ കഴിഞ്ഞതാ ആണല്ലേ? ഇപ്പൊ വേറെ കുറച്ച് പരിപാടികളാ, പക്ഷെ അവളെ കാണുന്നില്ല. ഞാൻ പിന്നെ വിചാരിച്ചു സിറ്റിയിലൊക്കെ വരാറുണ്ടോ? കാണാറില്ല. ഇല്ല കാണാറില്ല. അതാണ് ഞാൻ പിന്നെ എന്തായാലും ഓളില്ലാത്ത സമയത്ത് തന്നെ ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചേ. ഓ അങ്ങനെ. അല്ല താരയോട് ചോദിച്ചപ്പോ പറഞ്ഞില്ലല്ലേ? ഇല്ല, അവളൊന്നും വിട്ട് പറയുന്നില്ല. അതാണ് ഞാൻ പിന്നെ ബാലന്റെ അടുത്ത് തന്നെ ചോദിച്ച് എന്താ കാര്യം എന്താന്ന് അറിയാലോ. നമ്മളെ ആണുങ്ങളാവുമ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ, അതുകൊണ്ടൊരു ഡൗട്ട് ക്ലിയർ ചെയ്തേട്ടാ. ഇത്രേ ഉള്ളൂ. നമ്മളങ്ങനെ വലിയ റിലേഷൻഷിപ്പിലൊന്നും അല്ലായിരുന്നു. ചെറിയ കുറച്ച് നാളത്തേക്കുള്ള ഒരു ഇതായിരുന്നു, മനസ്സിലായോ? ഇപ്പൊ ഡൗട്ട് സോൾവ്. റിലേഷൻഷിപ്പ് അങ്ങോട്ട് സെറ്റ് ആവാത്തോണ്ട് പിന്നെ നമ്മളങ്ങ് ബ്രേക്കപ്പ് ആയി. നന്നായി സെറ്റ് ആവാത്ത ഇതാരല്ല. രായ ഞാൻ കുറച്ച് കഴിഞ്ഞാല് ചിലപ്പോ നിങ്ങൾ പറഞ്ഞ സിഗ്മ ക്ലബില് വരും കേട്ടോ. വരും ഫ്രീ ടു ജോയിൻ. നമ്മള് മൂഞ്ചിച്ചിട്ട് പോയവർക്ക് വേണ്ടിട്ട് തുടങ്ങിയ ക്ലബ്ബാണ്. ഞാൻ മിക്കവാറും ഒരു തേപ്പെല്ലാം കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരാം. വന്നാ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മള് കണ്ണാപ്പി പോയോ? ലോറെന്ത് പറയുന്നു? ഡേറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. ഇവരെ ഭയങ്കര റിലേഷൻഷിപ്പ് ആട്ടാ. എനിക്ക് കണ്ടിട്ട് അസൂയ തോന്നല.
അയ്യോ, നിന്റെ അസൂയയിലാണല്ലോ. അല്ല ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് പോലും നടക്കുന്നില്ല. ഇല്ല, അത് നടക്കൂലടാ, നടക്കൂലടാ, നിന്റെ നാവ് പൊന്നാടാ, നിന്റെ നാവ് പൊന്നാ. സത്യം. എന്നാ ശരി, ഞാൻ നോക്കട്ടെ. ഞാൻ വരും കേട്ടാ. വിളിച്ചാൽ നമ്മളിവിടെ ഉണ്ട് സിറ്റില്. ശരി ശരി ബൈ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഐഡിയാസ് ഒക്കെ നമ്മള് പറഞ്ഞുതരാം. എന്തായാലും അത്ര ഉള്ളു. ഹലോ ബ്രോ, പേരെന്താ? എന്റെ പേര് ഷമ്മി. ഷമ്മിയോ? ആ, എന്റെ പേര് ഷമീർ. നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ പേരില്. പേരില് വെത്തു. എന്റെ 2 എപ്പം ഉണ്ട്. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ചുമ്മാ നടക്കുന്നു. ഞാനും ചുമ്മാ നടക്കാം. എങ്ങനെ? കറക്റ്റ് കമ്പനിയാണെന്ന്. ബ്രോ ഫാമിലിയാ? അല്ലല്ല, ഞാൻ ക്ലബ്ബാ. ഏതാ ക്ലബ് എസ്കോർപ്പ്. ഗേൾഫ്രണ്ട് ഉണ്ടോ? കോൾ വരുന്നുണ്ട്. ഹലോ, ഇതാരാ? Professor Sergio Salva from Miami. മനസ്സിലായില്ല. പ്രൊഫസർ സെർജിയോ സൽവ ഫ്രം മയാമി. നമ്മൾ ഇതിനു മുന്നേ പമ്പിൽ വെച്ച് കണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. കുറച്ച് കാലങ്ങൾക്ക് മുന്നെയാണ്. നമ്മളൊരു ഹീസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു. നമ്മളെ മുതുക്കിലെ പമ്പ് വെച്ച്. ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ മുതുക്കില്. ഞാൻ മുതുക്കിലുണ്ടല്ലോ. മുതുക്കിലേടാ? ഞാൻ ഇത് മുതുക്കില് ഇവിടെ കേറുന്ന സ്ഥലത്തുണ്ടല്ലോ. കേറുന്ന സ്ഥലത്താ? ഓക്കെ. ഇങ്ങോട്ട് വാ. വരാം. സ്കിപ്പ് മറ്റേ ആരും ഞാൻ മറ്റൊന്നും അടിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇത് മറ്റേ കൈസ്. ഹലോ ഗേൾസ്. വെയിറ്റ് ഒരു മിനിറ്റ്. ഇതാണ് പറഞ്ഞത്. റിലേഷൻഷിപ്പ് ഫുഡ് കഴിക്കട്ടെ. അയ്യോ, ഫുഡൊന്നും ഇല്ലല്ലോ. ഉണ്ട്. GH ലോക്ക. GH ഗ്യാങ് ഹൗസ് ആണ് കേട്ടോ. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഗേൾസ് ഉണ്ടല്ലോ അവിടെ. ഇല്ലേ? കോൾ ചന്ദ്രോ? കോൾ ചെയ്യാം. ഞാൻ പെട്ടെന്ന് ഇറങ്ങും കഴിച്ചു. ഞാൻ ഇന്ന് പെട്ടെന്ന് നിർത്തും. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങൾ അത്രയും സ്പാം ചെയ്തുകൊണ്ട് മാത്രം കയറിയാം. മീനൂട്ടി, എന്നെ ഓർമ്മയുണ്ടോ? ബാലച്ചനോ? മീനൂട്ടി, ഞാനാണ് നിന്റെ അച്ഛൻ. അല്ല, ഇതെന്റെ കുട്ടിയല്ലേ, ഞാൻ അടുത്തല്ലുകളാ. അച്ഛനെ ഇഗ്നോർ ചെയ്യുന്നോ? സൂര്യനൊന്നും വിളിക്കട്ടെ. ഞാൻ സൂര്യൻ്റെ നമ്പർ അറിയാം. അവൻ്റെ പേരെന്താ വിളി? സൂര്യൻ്റെ നമ്പർ എത്രയാ? എന്നാലും 80-55 എന്തല്ലേ? 80-55.
സുഖടാ, നീ എങ്കടാ? முதுகுல உண்டு. മുതുക്കിലെങ്ക? ഞാൻ ഇങ്ക ഇருக்கு, മീനൂട്ടിക്ക് പക്കത്തിൽ ഇருக்கு. 7008 ഉണ്ട്. 7008 ഞാൻ ഇങ്ക വരാം. ഓക്കേ. ആ ഹലോ, ഫ്രീ ആയോ? അയ്യോ, അപ്പൊ ഇന്ന് കാണാൻ പറ്റില്ലേ മീനുനെ? ഒരു 12:30 ആകുമ്പോഴത്തേക്ക് വരുമോ? എന്നാക്കി പറ്റിക്കില്ലേ? കാർ എടുക്കാം ഒരു മിനിറ്റ്. ആ മാമ പറ. മീനൂട്ടി, എന്നെ മറന്നോ നീ? പേരെറിഞ്ഞി. പേര് ഷമീർ. സെമരം മാമ, എന്തൊക്കെയുണ്ട് ചേച്ചാ? സുഖം. എന്ത് അച്ഛനെ വിളിക്കായിരുന്നു. എന്നിട്ട്? അല്ല, അച്ഛനെ ഇവിടെ കണ്ടില്ല, അപ്പൊ എവിടെയാന്ന് ചോദിക്കാൻ വിളിച്ചതാ. ആര്, ബാലനോ? അപ്പൊ താരയോ? ഹലോ, ഒരു മിനിറ്റ്. താരയോ? താര. താര ചേച്ചിക്കെന്താ? അത് സെമീർ മാമന്റെ ഗേൾഫ്രണ്ട് അല്ലേ? അപ്പൊ താര നിന്റെ ആരുമല്ല? അല്ല. ഓക്കെ. മീനിന്റെ അച്ഛൻ ബാലച്ചനല്ലേ? അപ്പൊ അമ്മയോ? മീനിന് അമ്മയില്ലല്ലോ, മീന് അനാഥയില്ലേ? ഓക്കെ. അപ്പൊ ശരി മീനൂട്ടി. മീനോടെ ഈ പുള്ളിക്ക് സംസാരിക്കണം. ആയിരിക്കെ? ആരോട്? ഇംഗ്ലീഷ് മാമൻ. ഇംഗ്ലീഷ് മാമൻ? അതാര്? മീനിന് ഇംഗ്ലീഷ് അറിയത്തില്ല. അല്ല, എന്നോടാണോ സംസാരിക്കണ്ടേ? അല്ല മീനു. ഈ പുള്ളിക്ക് എനിക്ക് കേൾക്കാൻ പറ്റുമോ? കേട്ടോ. ഓക്കെ. ഞാൻ പറഞ്ഞു കൊടുത്തോളാം. മാമ പറ. I'm sorry, I was on a daydream for a second. Sorry. Yeah. Look. Yes. That was really... Max bro. I will translate for all. Yes, but we don't know that English that we all know. Okay. Tell him she is Punnu. I do understand your language. Speak in English only. I will just translate your English. Okay. I am telling that everybody is here to call Meenuti to talk. Okay. So talk. So, hi. Hello. Maxwell, you can talk. Yeah, I'm trying to talk, but you see this. I think the baby is Meenuti. scared. ഈ മാമയുടെ പേര് Max. My name is Maxwell Sterling. You can call me Maxwell. നിക്ക് ഞാൻ സൂര്യബോസിന്റെ അടുത്തോട്ടെ. 708 ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ. അല്ല, വെള്ളം തീർന്നട്ടാ. ഞാൻ വെള്ളം എടുത്തിട്ട് വരും. വെള്ളം തീർന്നു. എല്ലാവർക്കും അറിയുന്നൊരു പാട്ടായിരിക്കും. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. എനിക്ക് ഫേവറേറ്റാ. ഞാൻ വരുന്ന ഒറ്റ മിനിറ്റ്. എവിടെയൊക്കെ പറ, ഞാൻ ഊണ്
ഞാൻ 706. 706 நான் வரேன். നീ എന്റെ ആനന്ദ നീലാംബരേ, നീയൊന്നും അണയാത്ത ദീപാഞ്ജലി ചിലമ്പണിയും. ഇതെങ്ങനെ ഇരുന്ന് ഇറങ്ങല്? ഇതെങ്ങനെ ഇറങ്ങല്? ഈയാണോ? സൂര്യ സൂര്യ ഇങ്ങ വാടാ. சுகமானோ அதென்ன எக்கோ அடிக்குது സംസാരിക്കും പോലെ? ഇപ്പൊ இருக்கா? இல்ல இல்ல குறைஞ்சிருச்சு. ஓகே. என்னடா விசேஷம்? என்ன விசேஷம்? என்ன ஆச்சு? ஆளே காணாம போயிட்டீங்க. ഞാൻ கொஞ்ச നാള് പുറത്ത് ആയിடுச்சுடா. இப்போ ஓகேவா? எல்லாம் உடம்புல ஓகேவா? இப்போ ஓகே. நீ தாரனை பார்த்துருக்கா? தாராவை காணவே இல்ல. உங்களை கடைசியா பார்த்ததோட கொஞ்ச நாளுக்கு முன்னாடி பார்த்தேன் தாராவை. எத்தனை நாள் இல்ல எப்படி நான் பார்த்து ஒரு 4 வீக்ஸ் மேல ஆயிடுச்சு. ஆனா அவ சத்து போட்டா? நான் விசாரிச்சது நீங்களும் அவங்களும் எங்க ஓடி போயிட்டீங்கன்னு நினைச்சேன். கல்யாணம் பண்ண இல்லையா? ഇല്ലടാ, അവള് പോയിടിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറേ നേരം പാത്തിരിച്ച് ആണ എനിക്ക് തോന്നുന്നത് അവള് പോയിടിച്ച്, എന്നെ വിട്ടിച്ച് പോയിടിച്ച് തോന്നുന്നു. അവളില്ലാമ എനിക്ക് മൊത്തത്തിൽ ശോകം താടാ. அப்படி പറയാതെ மாமா, അവ തിരിച്ചു വരുവാ. പ്രണയ നൈരാശ്യമാണോ? ആടാ പ്രണയ നൈരാശ്യം. ആ ജീവിതത്തിൽ ആരാണ് പ്രണയിക്കാത്തത്? എല്ലാവർക്കും പ്രണയം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൽ ചില പ്രണയങ്ങൾ നമ്മുടേതായാത്ത തെറ്റുകൾ കൊണ്ട് അത് പിരിഞ്ഞു പോകും. ഒരു മിനിറ്റ്. പക്ഷേ ഇതെന്താ മെസ്സേജ് അയച്ചോ? ആരാ? ഞാനാരാന്ന് എനിക്ക് തെരിഞ്ഞ 28 ഏപ്രിൽ 28 ഏപ്രിൽ എപ്പാ? എനിക്ക് 25. எப்படி ஒரு வாரம் ஆயிடுச்சு. ஒரு மாசம் ஆயி. ஹலோ ஆரா? ഒരു മാസം ആയിടിച്ചാ? ആര്? എന്താ നീ എന്താ പറയുന്നത്? പ്രണയ നൈരാശ്യാണെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? പ്രേമം എല്ലാവർക്കും ഉണ്ടാവും. അത് പറഞ്ഞല്ലേ, ബാക്കി പറഞ്ഞുതരാം. അതായത് അതില് ചില പ്രണയങ്ങൾ മാത്രമേ വർക്കാവുന്നുള്ളൂ, പകുതിയും വർക്കാവുന്നില്ല. പക്ഷെ നമ്മൾ ആ സാഹചര്യമായി പൊരുത്തപ്പെടണം. മനസ്സിലായില്ലേ? പെണ്ണ് ഇന്ന് വരും നാളെ പോകും. പക്ഷെ നമ്മൾ തന്നെയായിരിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ എന്താ കാര്യം? നമ്മളായിട്ടിരിക്കുക. അപ്പൊ നമ്മളെ തന്നെ സ്നേഹിക്കാം. അപ്പൊ നമ്മള് സെറ്റാവും, നമ്മളെ ലൈഫ് അടിപൊളിയാവും. ഓക്കെ ഓക്കെ, എന്നാ അങ്ങനെ ചെയ്യാം. നിങ്ങളെ പേരെന്തേനും? എൻ്റെ പേര് ഷമീർ. നിങ്ങളല്ലേ ഞാനിപ്പം വിളിച്ചേ? ആണോ? നീയാണോ എന്നെ വിളിച്ചത്? ഞാൻ പ്രൊഫസർ സെർജിയോ സാൽവ ഫ്രം മയാമി. എന്താ എനിക്ക് പറയാനുള്ളത്? പറയാനൊന്നുമില്ല. നമ്മൾ ഇതിനു മുന്നേ ആ മുതുക്കിന്റെ ആ പമ്പില് ആടെ വെച്ചിട്ട് നമ്മളെ കണ്ടുമുട്ടി. അതായത് നിങ്ങളെ നാട്ടിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഓർമ്മയുണ്ടാ? അപ്പൊ ആടുന്ന് നമ്മള് കുറച്ച് ഹീസ്റ്റ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാ? ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ സേഫ് സോൺ അല്ലേ, ഇപ്പൊ നടക്കൂല. സിറ്റിയിലെന്താ പരിപാടി? ഇപ്പൊ എന്ത് പരിപാടിയാടാ? പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഒരു മിനിറ്റ് ഞാൻ ഇപ്പം വരാം. കുട്ടീന്റെ പേരെന്താ? ഭൂമിനെ അറിയോ? ഭൂമി ശരിടാ, പുളപ്പം ഞാൻ പോയിട്ട് വരാം. എവിടെ ഭൂമി? ഒന്ന് നിക്കാവോ? എന്താ നിങ്ങളെ പേരൊന്ന് പറയാമോ രണ്ടാളും? അല്ല, ദ്രോഹമൊന്നും അല്ലടാ ഞാൻ ചോദിക്കുന്ന. പേര് ചോദിക്കുന്നില്ല. പേരെന്താ? അതിഥി. ബാക്കില് നിരുപമ. എന്നെ മനസ്സിലായോ? ഞാൻ ഷമീർ.
നമ്മള് മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സൗണ്ട് മാറിയോ? അത് ജലദോഷാണോ? സുഖം സുഖം സുഖം. ഞാൻ കുറച്ച് ഫീവറൊക്കെ പിടിച്ചിട്ടുള്ള എനർജറ്റിക് ആണെന്ന് പറഞ്ഞാൽ മുത്തേ ഞാൻ തണുപ്പ് പിടിച്ച് പണ്ടാരടങ്ങിയിട്ടുള്ള എന്റെ സൗണ്ട് വരെ നോക്കടാ. അത് മനസ്സിലാക്കും. എങ്ങനെ? ഒരു ചെറിയ സിറ്റുവേഷൻ ഉണ്ട്, പോയിട്ട് ഓക്കെ ഓക്കെ ശരി ശരി ശരി. സിറ്റുവേഷനോ? ഇവർ ഗ്യാങ്ങാ ഗൈസ്? ഞാൻ എൻ്റെ കേട്ടോ എനിക്ക് കഴിയുന്നില്ല ഗൈസ്. മരുന്ന് കുറിച്ച് കിടന്നുറങ്ങട്ടെ, എന്നാലേ നാളെ ലൈവ് വരാൻ പറ്റും. ആ പറ. എന്നടാ തനിയെ സുത്തറത്? ആരുമേ ഇല്ലടാ എൻ കൂടെ. ആരെല്ലാമോ ഇരുന്നിച്ച് എല്ലാരും പോയിടിച്ച് ഞാനിപ്പോ തനിയായിട്ടെ. ഇത് നല്ല ഡ്രസ് താനേ. സേഡാണ് ഇതാണ് റീസൺ. ഞാൻ താരാ പോയി, എല്ലാരും പോയി, ഞാൻ ഇപ്പം ഇങ്ങനെ ശരിയാകട്ടും. എന്നാ ശരിയടാ സൂര്യ, പാക്കല. ബൈ 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 ബൈ. മീറ്റ് കുക്കുസാങ്കി നാളാക്ക ഗൈസ്. എനിക്ക് കഴിയുന്നില്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് കഴിയുന്നില്ല. അതാ ഞാൻ ഇറങ്ങട്ടെ ഗൈസ്, നമുക്ക് നാളെ കയറാം. മനസ്സിലാ? ഒന്നാമത് തണുപ്പൊന്നും പിടിച്ചോണ്ട് എനർജി ഒന്നും ഇല്ലടാ. എന്താ കീബോർഡ് ആവുന്നില്ലേ? എന്താ കിറ്റാകത്തെ? ആവുന്നില്ലടാ. ഇതെന്താ എന്ത് ചെയ്യാൻ പറ്റാത്ത നമുക്ക്? ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ WRP താങ്ക് യു. അപ്പോൾ ഗൈസ് ഞാൻ മരുന്ന് കുടിച്ച് പോയി കിടന്നുറങ്ങട്ടെ, എന്നാലേ നാളെ ലൈവ് ചെയ്യാൻ കഴിയും. ബൈ ബൈ ഗൈസ്, ലവ് യു. ഇതെങ്ങനെയാണെന്നുള്ളത് ബൈ ബൈ, ലവ് യു.